മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സംസ്ഥാന തലത്തിൽ യോഗ്യത നേടാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ഗ്രീൻ റൂമിന് സമീപം വേദിയൊരുങ്ങി. ജില്ലാ തലത്തിൽ ഒരു വിധികർത്താവിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് കുട്ടികളും അധ്യാപകരും ആരോപിച്ചു. ചവിട്ടുനാടകവേദിയിലെ നാടകീയ സംഭവങ്ങളിലേക്ക്. വേദിയിൽ ചവിട്ടുനാടക മത്സരം പുരോഗമിക്കുകയാണ്. രാജാവും രാജ്ഞിയും പടയാളികളുമൊക്കെയായി വേഷമണിഞ്ഞ് മത്സരാർത്ഥികൾ അരങ്ങ് തകർക്കുന്നു. അരങ്ങേറുന്നത് പാലക്കാട് BSS ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആവേശ മത്സരം. പക്ഷേ സദസ്സിന്റെ കണ്ണുകൾ ചെന്ന് പതിച്ചത് കാണികൾക്കിടയിലിരുന്ന് അതേ നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക്. വേദി വിട്ടിറങ്ങുന്ന മത്സരാർത്ഥികളെ കാത്ത് അതേ കുട്ടികൾ സ്റ്റേജിന് പുറത്തു തന്നെയുണ്ടായിരുന്നു. ശേഷം നടന്നത് ഇങ്ങനെ. പാലക്കാട് BSS ഗുരുകുലം സ്കൂളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾ നാടകം പഠിച്ചത് ഒരുമിച്ച്. ഇരുകൂട്ടരും ജില്ലാതലം വരെ എത്തി. എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടി. പക്ഷേ രണ്ടാം സ്ഥാനം നേടിയിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മത്സരിക്കാൻ സാധിച്ചില്ല. ഒരുമിച്ച് കളിച്ചവര് പെട്ടെന്നൊരു ദിവസം ഇല്ലാണ്ടാവുമ്പോൾ അവർ ഏറ്റവും ആഗ്രഹിച്ച ഒരു വേദിയാണ്. +2 8 പേര്. അവർക്ക് ഒരിക്കലും ഈ ഡ്രസ്സിൽ നിൽക്കാൻ പറ്റില്ല. ഒരു 2 ദിവസം മുമ്പ് വരെ അവർ കളിക്കും എന്നുള്ള മൈൻഡിൽ തന്നെയാണ് നിന്നത്. ഇവര് ഞങ്ങളുടെ പിള്ളേർ, ഞങ്ങളുടെ അനിയത്തിമാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കാണാൻ വരണമല്ലോ. അവർക്ക് സപ്പോർട്ട് ചെയ്ത് അവർ നമുക്ക് കിട്ടിയില്ല പറഞ്ഞാൽ അവർ ഓൾറെഡി ഡൗൺ ആയി. നമ്മുടെ പ്രസൻസ് കൂടി ഇല്ലാണ്ടിരുന്നതിന് അവർ ഇതിലും ഡൗൺ ആവും. ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികൾക്ക് വിധികർത്താവായി വന്ന അതേ ആൾ തന്നെ സംസ്ഥാന തലത്തിൽ ചായമണിയുന്നു. വിധിയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുതന്നെയാണ് വിദ്യാർത്ഥികൾ അയോഗ്യരാക്കപ്പെട്ടതെന്ന് അധ്യാപകരും ആരോപിക്കുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് 2ാം സ്ഥാനം കൊടുക്കുകയും മാർക്ക് വളരെയധികം ഡിഫറൻസ് ഇട്ടതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ DD അപ്പീൽ കിട്ടിയില്ല, മുനിസിപ്പൽ അപ്പീൽ കിട്ടിയില്ല, ജില്ലാ അപ്പീൽ കോടതി കിട്ടിയില്ല, ഈവൻ ഹൈക്കോടതി പോലും കിട്ടിയില്ല. വിദ്യാർത്ഥികളുടെ ദുഃഖം കേട്ടുനിന്നവർ ഗ്രീൻ റൂമിന് പുറത്ത് അവർക്ക് ഒരു വേദിയൊരുക്കി. 6 മാസത്തെ കഷ്ടപ്പാടിന്റെ വേദന സഹിച്ച് അവർ ശക്തമായി ഒരുമിച്ച് ചുവടുവെച്ചു. ഒപ്പം അനുജത്യമാരും ചേർന്നു. ആശാൻ താളം കൊട്ടി പാട്ടുപാടി രംഗം പൊഴിപ്പിച്ചു. കൂടെയുള്ളവരും അതേറ്റുപാടി. ചുറ്റിലും നിന്നവർ മനസ്സറിഞ്ഞ് അത് ആസ്വദിച്ചു. ആരോപണങ്ങൾ എന്തു തന്നെയായാലും വിധികർത്താക്കൾ പേന ചലിപ്പിക്കേണ്ടത് ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു കുട്ടിക്കോ വേണ്ടിയാവരുത്. ജഡ്ജസ് പ്ലീസ് നോട്ട്, കല ഒരു കളിയല്ല. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവലിനൊപ്പം സ്നേഹമോൻ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.